ഇതാണ് നമ്മുടെ ബെർണോളി അപ്പാരറ്റസ്. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം വെച്ചാൽ വാൽവ് ഓപ്പൺ ആക്കുക. ഇവിടെ നമ്മൾ വാല്യൂ കോൺസ്റ്റൻ്റ് ആക്കണം. അപ്പോൾ കോൺസ്റ്റൻ്റ് ആക്കാൻ നമുക്ക് ഇവിടെ ഈ വാൽവ് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ വാൽവിലും അഡ്ജസ്റ്റ് ചെയ്താണ് ഇവിടുത്തെ റീഡിങ് നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കണം. ഇങ്ങനെ മാറാതെ അതെ കോൺസ്റ്റൻ്റ് ആക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡെലിവറി സെക്ഷനും എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനുശേഷം നമുക്ക് ഒരു ഫ്ലോ റേറ്റ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ 2 ഫ്ലോ റേറ്റിന് എടുത്ത് ഒരു ഫ്ലോ റേറ്റിന് ഒരു ടേബിൾ വരും. കാരണം ഇവിടെ 11 ട്യൂബ്സ് ഉണ്ട്. 11 ട്യൂബ്സ് എന്ന് പറയുന്നത് പ്രഷർ ഹെഡ് ഇവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. പ്രഷർ ഹെഡ് നമുക്ക് 11 ട്യൂബിന് ആവശ്യമുണ്ട്. അത് നമ്മളിവിടെ നിന്ന് എടുക്കുന്നുണ്ട്. പിന്നെ വിഡ്ത്ത് ഓഫ് ദ ഫ്ലോ ചാനൽ എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ കണ്ടുപിടിക്കണം. അതെന്ന് പറയുന്നത് ഇതാണ് വിഡ്ത്ത് ഓഫ് ദ ഫ്ലോ ചാനൽ എന്ന് പറയുന്നത്. അല്ലെ തന്നെ നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ ഉണ്ട്. 2.5 അത് മാറത്തില്ല, കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ നമുക്കിവിടെ ഹൈറ്റ് ഓഫ് ദ ഫ്ലോ ചാനൽ വേണം. അത് ഈ ഹൈറ്റാണ് ഉദ്ദേശിക്കുന്നത്. 11 പൈപ്പിന് നമ്മൾ എടുക്കുന്നത്. ഇവിടെ 11 പൈപ്പുണ്ട്. 11 ഇതൊരു ഹൈറ്റ്, ഇത് രണ്ടാമത്തെ പൈപ്പിൻ്റെ മൂന്നാമത്തെ പൈപ്പിൻ്റെ ഓരോന്നിനും ഓരോ ഹൈറ്റ്. അത് നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ ഉണ്ട്. 4.9 നമ്മൾ ആ ഒരു റേഞ്ചിൽ എഴുതിയിട്ടുണ്ട്. 4.3 വരും. പിന്നെ കുറഞ്ഞ് ഏതാണ്ട് ഒരു 2 വന്ന ശേഷം ഇവിടെ കുറഞ്ഞ് 2 വന്ന് വീണ്ടും ഇവിടെ എങ്ങനെയാണോ കുറഞ്ഞ് വന്നത് അതേപോലെ തിരിച്ച് കൂടും. അപ്പം ആ വാല്യൂ നമുക്ക് കിട്ടി. പിന്നെ കളക്ടിങ് ടാങ്ക് 5 സെൻറ്റിമീറ്റർ, ഇപ്പോൾ 10 സെൻറ്റിമീറ്റർ ആണ് എടുക്കേണ്ടത്. 10 സെൻറ്റിമീറ്റർ റൈസിന് എത്രത്തോളം ടൈം എടുത്തു അത്രത്തോളം ടൈം നമ്മൾ നോട്ട് ചെയ്യുക. പിന്നെ ടാങ്ക് നിറഞ്ഞു പോയിരിക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്ത് വിടുക. ഇത് മാത്രമേ ഈ ബെർണോളി അപ്പാരറ്റസിൽ നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, സെറ്റ്.